ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ മിടുക്കനായിട്ടുള്ള ഒരു വെണ്ണക്കണ്ണനായിട്ടായിരുന്നു കേട്ടോ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. വലത്തേ കയ്യിൽ ഒരു വെണ്ണുരുള കൊടുത്തിട്ടുണ്ട്, ഇടത്തേ കയ്യിൽ പൊന്നോടക്കുഴലും പിടിച്ചിട്ട് ആഭരണങ്ങളൊക്കെ ധാരാളം അണിഞ്ഞിട്ട് പട്ടുകോണൊക്കെ ചുറ്റി നിൽക്കുന്ന പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മിടുക്കൻ ഉണ്ണിയായിട്ടായിരുന്നു ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വെണ്ണയൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ ആ സന്തോഷം ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് മുഖത്തുണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ഗമയിലൊക്കെ നിൽക്കണേ. കാരണം ഇന്നലെ യശോദാമ്മ ഇങ്ങനെ തൈര് കടഞ്ഞുകൊണ്ടിരിക്കുക, നമ്മുടെ ഉണ്ണിയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ചന്താണല്ലോ. ഈ തൈര് ഇങ്ങനെ കടയുമ്പോൾ അതിൽ നിന്ന് തുള്ളികൾ, വെളുത്ത തുള്ളികൾ ഭഗവാന്റെ മുഖത്തൊക്കെ ഇങ്ങനെ ചിതറി തെറിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനും ആ ശബ്ദമൊക്കെ കേൾക്കാനും ഒരു പ്രത്യേക സുഖമൊക്കെ ഉണ്ട്. നമ്മുടെ ഭഗവാൻ ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല മിനുമിനുത്ത ആ വെണ്ണയൊക്കെ ഇങ്ങനെ പൊന്തി വരുന്നത് കണ്ടപ്പോൾ കൊതിയായി ഭഗവാനെ. കുറച്ച് വെണ്ണ തരുമോ അമ്മയും ചോദിച്ചിട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു, നേരത്തെ കഴിച്ചില്ലേ കണ്ണ, രാവിലെ തന്നതല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കുറച്ചും കൂടി ഒന്ന് തരുമോ, എനിക്ക് വിശന്നിട്ടാ. പിന്നെ ഞാനല്ലേ ഇവിടെ ഈ കാക്കേനും പൂച്ചേനും ഒക്കെ ഇങ്ങനെ ആട്ടി ഓടിക്കാനായിട്ട് ഇരിക്കുന്നേ, ഈ വെണ്ണയൊക്കെ എടുക്കാൻ വന്ന പാലൊക്കെ എടുക്കാൻ വന്ന പൂച്ചേനും കാക്കേനൊക്കെ പറയണത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ വെണ്ണ തന്നൂടെ അമ്മയ്ക്ക് എന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മയുടെ മനസ്സ് വെണ്ണ പോലെ അരിഞ്ഞു. വേഗം ആ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വെണ്ണയിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് ഭഗവാന്റെ കയ്യിൽ അങ്ങനെ വെച്ചു കൊടുത്തു. അപ്പോൾ നല്ല സന്തോഷമായിട്ടോ നമ്മുടെ ഉണ്ണിക്ക്. അപ്പോൾ കുറച്ച് ഗമയൊക്കെ വന്നു, അമ്മയുടെ നിന്ന് ഞാൻ ചോദിച്ച് വാങ്ങിയിട്ടുള്ള വെണ്ണയാണ് എന്നൊക്കെ ആ ഒരു ഗമയിൽ നിൽക്കുന്ന ഒരു ഉണ്ണി. അങ്ങനെയായിരുന്നു എനിക്ക് ഇന്നലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ആ വലത്തെ കയ്യിൽ പിടിച്ചിരിക്കണേ. പിന്നെ ഭഗവാന്റെ പ്രിയപ്പെട്ട പൊന്നോടക്കുഴലെ ഇടത്തെ കയ്യിലും പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് നമ്മളെല്ലാം നോക്കി നിൽക്കുന്ന ഒരു ചെറിയൊരു ഉണ്ണികൃഷ്ണൻ. അങ്ങനെയായിട്ടായിരുന്നു ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ. 2 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു. ഒരെണ്ണം തൂവെള്ള നെന്തിയാർ വട്ടപ്പൂക്കളുണ്ടായിരുന്നു കോർത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ തെച്ചിയും തുളസിയും കൂടെ കോർത്തിട്ടുള്ള വേറൊരു തിരുമുടിമാല ഉണ്ടായിരുന്നു. പിന്നെ 2 ഉണ്ടമാലകളും ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത് നല്ല തടിച്ചുരുണ്ടിട്ടുള്ള ഒരു ഉണ്ടമാലയാണ്. അതിൽ തെച്ചിയുണ്ട്, തുളസിയുണ്ട്, താമരയുണ്ട്. ധാരാളമായിട്ട് തെച്ചി കോർത്തുണ്ട്. പിന്നെ തുളസിയുടെ ഇടയിലെ കുറച്ച് താമരയുടെ ഇതള് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് പ്രത്യേകം എടുത്തു പറയണം. സാധാരണ രീതിയിലുള്ള പൂക്കളാണെങ്കിൽ കൂടെ ആ കോർത്തിരിക്കുന്നതിന് ഒരു പ്രത്യേക ചന്തം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടം തോന്നി ആ ഉണ്ടമാല കണ്ടപ്പോൾ. പിന്നെ ഒരു ഉണ്ടമാലയിൽ തെച്ചിയും തുളസിയാണ് കോർത്തിട്ടുണ്ടായിരുന്നത്. അതേ നടുക്കാണ് ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ട് വെണ്ണയൊക്കെ പിടിച്ച് ഗമയോട് കൂടി നിൽക്കുന്ന നമ്മുടെ ഭഗവാൻ. വലിയ തിരുമുടിയൊക്കെ ഉണ്ട്, നെറ്റിയിൽ ഗോപി തിലകുണ്ട്, നല്ല ഭംഗിയുള്ള ഒരു പുഞ്ചിരി. പിന്നെ കാതുകളിൽ കാതുപൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്, തോളുകളിലെ ഗോപി തിലകങ്ങളുണ്ട്. അപ്പൊ ഈ തിലകങ്ങൾ കാണുമ്പോൾ ഈ കാതുപൂക്കളുടെ തൊട്ട് താഴെയായിട്ടാ, അപ്പൊ ഇങ്ങനെ തൂക്കുകമ്മല് പോലെയൊക്കെയാണ് തോന്നുക കേട്ടോ. അങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഇന്നലത്തെ ആ ഒരു ഗോപി തിലകവും കാതുപൂക്കളും ഒരുമിച്ചായിരുന്നു. പിന്നെ കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട്, മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വയറിന്റെ ഭാഗത്തായിട്ടും ഒരു ഗോപി തിലകം കണ്ടിരുന്നു കേട്ടോ. അരയിൽ കിങ്ങിണിയൊക്കെ കെട്ടിയിട്ടുണ്ട്. നല്ല വീതിയുള്ള കിങ്ങിണിയാണ്, നല്ല വലിപ്പമേറിയിട്ടുള്ള കിങ്ങിണിയൊക്കെയാണ്. പിന്നെ പട്ടുകോണകുണ്ട് ഇടത്തെ കയ്യിൽ, നല്ല നീളത്തിലൊരു പൊന്നോടക്കുഴല്, അത് നല്ല നീളത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ.